അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1518, സൂറത്തുൽ ഇസ്രാ 89 മുതൽ 93 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد صرفنا للناس في هذا القرآن من كل مثل فأبى أكثر الناس إلا كفورا وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا أو تكون لك جنة من نخيل وعنب فتفجر الأنهار خلالها تفجيرا أو تسقط السماء كما زعمت علينا كسفا أو تأتي بالله والملائكة قبيلا أو يكون لك بيت من زخرف أو ترقى في السماء ولن نؤمن لرقيك حتى تنزل علينا كتابا نقرأه قل سبحان ربي هل كنت إلا بشرا رسولا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ولقد صرفنا للناس في هذا القرآن. നിശ്ചയം ഈ ഖുർആനിലൂടെ ജനങ്ങൾക്ക് വേണ്ടി നാം വിവരിച്ചിരിക്കുന്നു മിൻ കുല്ലി മസലിൻ, എല്ലാ തരം ഉപമകളിൽ നിന്നും. ഫഅബ അക്സറുന്നാസി, അപ്പോൾ കൂടുതൽ ജനങ്ങളും വിസമ്മതിച്ചു, ഇല്ലാ കുഫൂറ, സത്യനിഷേധത്തെ അല്ലാതെ. അഥവാ സത്യനിഷേധം സ്വീകരിച്ചുകൊണ്ട് ഖുർആനിന്റേതായിട്ടുള്ള ഉത്ബോധനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്ന അവസ്ഥ മിക്ക ആളുകൾക്കും ഉണ്ടായില്ല. വഖാലു, അവർ പറയുകയും ചെയ്തു, ലൻ നുഅ്മിന ലക, മുഹമ്മദ് നബിയെ നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂഅ, ഈ ഭൂമിയിൽ നിന്നൊരു ഉറവ പൊട്ടി ഒലിപ്പിച്ച് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് വരെ. ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടം ഉണ്ടാകുന്നത് വരെ. ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹ തഫ്ജീറ, എന്നിട്ട് അതിന്റെ ഇടയിൽ അരുവികൾ നിങ്ങൾ പൊട്ടി ഒലിപ്പിച്ച് കാണിക്കുകയും വേണം, അതുവരെ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കില്ല. ഔ തുസ്കിത്ത സമാ, അല്ലെങ്കിൽ ഞങ്ങളുടെ മേലിൽ ആകാശം കഷ്ണങ്ങളായി നിങ്ങൾ വീഴ്ത്തണം. കമാ ദഅംത അലൈന, ഞങ്ങളുടെ മേലിൽ നീ മുമ്പ് വാദിച്ചിട്ടുള്ളതുപോലെ ഞങ്ങളുടെ മേലിൽ നിങ്ങൾ വീഴ്ത്തണം, ആകാശത്തെ കിസഫൻ കഷ്ണങ്ങളാക്കിയിട്ട്. ഔ തഅതിയ ബില്ലാഹി വൽ മലായികത്തി ഖബീല, അല്ലെങ്കിൽ അല്ലാഹുവിനെയും മലക്കുകളെയും ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്തരണം. ഔ യകൂന ലക ബൈത്തും മിൻ സുഖ്റുഫിൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർണത്തിന്റെ ഒരു വീടുണ്ടായിരിക്കണം. ഔ തർക്കാ ഫിസ് സമായി, അല്ലെങ്കിൽ നിങ്ങൾ ആകാശത്തേക്ക് കയറിപ്പോകണം. എന്നാൽ വലൻ നുഅ്മിന ലിറുഖിയിക, നിങ്ങളുടെ കേറിപ്പോക്കിനെ ഞങ്ങൾ വിശ്വസിക്കില്ല, ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉ, ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം നിങ്ങൾ അവിടുന്ന് ഇറക്കിക്കൊണ്ടുവന്നാലല്ലാതെ. ഇങ്ങനെയൊക്കെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ ഖുൽ, അല്ലാഹു അതിന് മറുപടി പറയുന്നു, ഖുൽ നബിയെ അങ്ങ് പറയുക, സുബ്ഹാന റബ്ബി, എന്റെ നാഥൻ പരിശുദ്ധനാകുന്നു, ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല, ഞാൻ ദൂതനായ ഒരു മനുഷ്യൻ മാത്രമല്ലയോ എന്ന്. ഇവിടെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരോധികളായിട്ടുള്ള അറേബ്യൻ മുശ്രിക്കുകൾ അവരുടെ ജീവിതത്തിൽ നിഷേധത്തിന്റെ വല്ലാത്ത ദുസ്വഭാവങ്ങൾ അവർ സ്വീകരിച്ചു മുന്നോട്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നിഷേധാത്മകമായ നിലപാടിന്റെ അങ്ങേയറ്റത്തെ അപഹാസ്യമായ അവസ്ഥയെ അല്ലാഹു വിവരിച്ച് കാണിച്ചു തരികയാണ് ഇവിടെ. എന്താണ്? വലഖദ് സർറഫ്നാ ലിന്നാസി ഫിൽ ഖുർആൻ, ഈ ഖുർആൻ, ഫി ഹാദൽ ഖുർആൻ, ഈ ഖുർആനിൽ ജനങ്ങൾക്ക് വേണ്ടി നാം വിവരിച്ചിരിക്കുന്നു, മിൻ കുല്ലി മസലിൻ, എല്ലാ ഉപമകളിൽ നിന്നും.
ഇബ്നു കസീർ രേഖപ്പെടുത്തിയായി ബയ്യന്നാ ലഹുമുൽ ഹുജജ വൽ ബറാഹീനൽ ഖാത്തിഅ വ വളഹനാ ലഹുമുൽ ഹഖ്ഖ വ ശറഹനാ വ ബസത്നാഹു. ഈ ഖുർആനിലൂടെ എല്ലാ തെളിവുകളും ക്രിസ്റ്റൽ ക്ലാരിറ്റിയുള്ള വിവരണങ്ങളും സത്യവും ശരിയും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സഹായകമായ വിവരണങ്ങൾ ഈ ഖുർആനിലൂടെ നാം നൽകിയിട്ടുണ്ട്. സത്യത്തിൽ വിശുദ്ധ ഖുർആനിനെ നല്ല മനസ്സോടുകൂടെ മുൻവിധിയില്ലാതെ ഖുർആനിന്റെ അധ്യാപനങ്ങളെയും ഖുർആനിന്റെ കൽപ്പനകളെയും സ്വീകരിക്കാൻ ഒരാൾ പരിശ്രമിക്കുകയാണെങ്കിൽ ആ ഖുർആനിൽ മനുഷ്യന്റെ ജീവിതം നന്നാക്കി തീർക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും ഉണ്ട്. ആ ഖുർആനിൽ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള തർഗീബുണ്ട്, അതായത് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രോത്സാഹനം. അതുപോലെ തന്നെ തർഹീബുണ്ട്, മോശമായ രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾക്കുള്ള താക്കീതിന്റെ രീതിയും ശൈലിയും. അതുപോലെ വാഗ്ദാനങ്ങളുണ്ട്, സതുപദേശങ്ങളുണ്ട്, വിശ്വാസങ്ങൾ എങ്ങനെ, കർമ്മങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം, സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കാൻ എന്തൊക്കെ രീതികൾ സ്വീകരിക്കണം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. അത് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് വ്യത്യസ്ത ശൈലികളിൽ ഖുർആൻ ആ കാര്യം എമ്പാടും വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഫഅബാ അക്സറുന്നാസി ഇല്ലാ കുഫൂറ, മിക്ക ആളുകളും നിഷേധത്തെ അല്ലാതെ വിസമ്മതിക്കുന്നു. അഥവാ ഞങ്ങളത് സ്വീകരിക്കില്ല എന്ന് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ശരി മനസ്സിലായിട്ടും അത് ഉൾക്കൊള്ളാൻ മനസ്സു പാകപ്പെടാത്ത കശ്മലന്മാരായി മാറുകയാണ് ആളുകൾ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം നന്നാക്കാൻ ആവശ്യമായ, ലക്ഷ്യബോധമുള്ള ഒരാളായി വളരാൻ ആവശ്യമായ, അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഉത്ബോധനങ്ങളെല്ലാം ഖുർആനിലൂടെ അള്ളാഹു നൽകിയിട്ടും ആ നൽകുന്ന ഉപദേശത്തിന്റെയോ ഉത്ബോധനത്തിന്റെയോ ചുവടുപിടിച്ച് ജീവിതം ക്രമീകരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇതൊന്നും വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന അഹങ്കാരം പറയുകയാണ് അവർ ചെയ്തത്. എന്നിട്ട് അള്ളാഹു തുടർന്ന് ആ അഹങ്കാരത്തിന്റെ അതേപോലെ തന്നെ അങ്ങേയറ്റത്തെ ധാർഷ്ട്യത്തിന്റെ അവരുടെ നിലപാടിനെ കുറിച്ച് പറയുകയാണ്. വഖാലു, അവർ പറയുകയും ചെയ്തു, ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞത് മാത്രമല്ല, അതോടൊപ്പം തന്നെ അവർ പറയുകയും ചെയ്തു, ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുആ, ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഞങ്ങൾക്കൊരു ഉറവ പൊട്ടി ഒലിപ്പിച്ച് കാണിച്ചു തരുന്നത് വരേക്കും ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കില്ല. ഒരു നീരുറവ ഞങ്ങൾക്ക് വേണ്ടി പൊട്ടി ഒലിപ്പിച്ച് കാണിച്ചു തരണം. കേട്ടാ തോന്നാ അങ്ങനെ ഒരു നീരുറവ അങ്ങ് കാണിച്ചു കൊടുത്താൽ ഉടൻ അവർ വിശ്വസിക്കുന്നതാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ നേരത്തെ എത്രയോ കാര്യങ്ങൾ അവർ ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്തപ്പോ അവർ ഈ വിശ്വസിക്കുന്നതിന് പകരം കൊള്ളാമല്ലോ ജാലവിദ്യ എന്ന് പറഞ്ഞ് കളിയാക്കാനാണ് ശ്രമിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ചില ആവശ്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുആ, ഭൂമിയിൽ നിന്ന് ഒരു ഉറവ പൊട്ടി ഒലിപ്പിച്ച് കാണിച്ചു തരുന്നത് വരേക്കും ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കില്ല. അല്ലെങ്കിൽ ഔ തകൂന ലക ജന്നത്തുൻ മിൻ നഖീൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈത്തപ്പനയുടെ തോട്ടമുണ്ടാവണം, വൈനബിൻ മുന്തിരിയുടെയും തോട്ടമുണ്ടാവണം. എന്നിട്ട് ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹ തഫ്ജീറ, ആ തോട്ടത്തിന്റെ ഇടയിൽ നിങ്ങൾ അരുവികൾ പൊട്ടി ഒലിപ്പിച്ച് കാണിച്ചു തരികയും വേണം. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടം ഉണ്ടാവുക, എന്നിട്ട് ആ തോട്ടത്തിന്റെ ഇടയിലൂടെ ഇങ്ങനെ സമൃദ്ധമായി വെള്ളം ഒഴുകി പോകുന്നത് ഇങ്ങനെ കാണിച്ചു തരണം, എന്നാ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് വാദിച്ചതുപോലെ ആകാശത്തെ വീഴ്ത്തണം, അലൈന ഞങ്ങളുടെ മേലിൽ കിസഫൻ കഷ്ണങ്ങളായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞിട്ടുള്ളൊരു താക്കീദിനെ കുറിച്ച് കളിയാക്കി പറയുകയാണ്. അവർ 34-ാം അധ്യായം സൂറത്തു സബഇന്റെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല വിശദീകരിച്ചതാണത്. അഫലം യറൗ ഇലാ മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും മിനസ് സമാഇ വൽ അർള് ഇൻ നശഅ നഖ്സിഫ് ബിഹിമുൽ അർള വനുസ്ഖിത് അലൈഹിം കിസഫൻ മിനസ് സമാഇ ഇന്ന ഫീ ദാലിക ലആയതൻ ലികുല്ലി അബ്ദിൻ മുനീബ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സബയിലെ 39ാമത്തെ സൂക്തത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയാണ്, അവരുടെ മുന്നിലും പുറകിലും ഒക്കെയുള്ള സംഗതികൾ എന്താണെന്ന് അവർ കാണുന്നില്ലേ? ആകാശങ്ങളിലും ഭൂമിയിലും എന്തൊക്കെ നടന്നു, ഇപ്പൊ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നതൊക്കെ അവർ കാണുന്നില്ലേ? നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ നിഷേധം തുടർന്നാൽ നഖ്സിഫ ബിഹിമുൽ അർള, അവരെ നമ്മൾ ഭൂമിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളയുമായിരുന്നു. പണ്ട് ഖാറൂൻ എന്ന് പറയുന്ന മുതലാളിയെ അല്ലാഹു തആല ആഴ്ത്തിക്കളഞ്ഞതുപോലെ ഞാൻ അവരെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുമായിരുന്നു. ഔ നുസ്ഖിത് അലൈഹിം കിസഫം മിനസ്സമായി, അല്ലെങ്കിൽ ആകാശത്തുനിന്നുള്ള ചില കഷ്ണങ്ങൾ അവരുടെ മേലിൽ വീഴ്ത്തിക്കളയുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ശിക്ഷ നിങ്ങൾക്ക് നൽകണമെങ്കിൽ നൽകാൻ അള്ളാഹുവിന് കഴിയും. പക്ഷെ അള്ളാഹു തആല നിങ്ങൾ അങ്ങനെ നശിപ്പിക്കണമെന്ന് തീരുമാനിക്കാത്തത് കൊണ്ടാണ് ശിക്ഷ വരാത്തത് എന്ന് താക്കീദിന്റെ സ്വരത്തിൽ അവരോട് പറഞ്ഞിരുന്നു. അതിനെ കളിയാക്കിയിട്ടാണ് ഇവിടെ പറയണത് എന്ത്? ഔ തുസ്കിത്തസ്സമാ, അല്ലെങ്കിൽ ആകാശത്തെ വീഴ്ത്തണം. കമാ സഅംത, നിങ്ങൾ മുമ്പ് വാദിച്ചതുപോലെ അലൈന ഞങ്ങളുടെ മേലിൽ വീഴ്ത്തണം. കിസഫൻ കഷ്ണങ്ങളായി ആകാശത്തെ വീഴ്ത്തണം. ഔ തഅതിയ ബില്ലാഹി വൽ മലായികത്തി ഖബീല, അല്ലെങ്കിൽ അള്ളാഹുവിനെയും മലക്കുകളെയും ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്തരണം, എന്നാലേ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കൂ. അള്ളാഹു ഞങ്ങളുടെ മുന്നിൽ നേരിട്ട് വന്നിട്ട് പറയണം, മലക്കുകൾ ഞങ്ങളുടെ മുന്നിൽ നേരിട്ട് വന്നിട്ട് പറയണം, എന്നാ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാം. ഔ യകൂന ലക ബൈത്തും മിൻ സുഖ്റുഫിൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർണത്തിന്റെ ഒരു വീടുണ്ടായിരിക്കണം. ഔ തർക്കാ ഫിസ്സമായി, അല്ലെങ്കിൽ നിങ്ങൾ ആകാശത്തേക്ക് കയറിപ്പോകണം. എന്നാൽ വലൻ നുഅ്മിന ലിറുഖയ്യിക, നിങ്ങളുടെ കയറ്റത്തിനെ ഞങ്ങൾ വിശ്വസിക്കില്ല. ഹത്താ തുനസ്സില അലൈന കിതാബൻ നഖറഉ, ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം നിങ്ങൾ അവിടുന്ന് ഇറക്കിക്കൊണ്ടുവന്ന് തന്നാലല്ലാതെ. നിങ്ങൾ ആകാശത്തേക്ക് കയറിപ്പോയിട്ട് പടച്ചോന്റെ അടുത്തുനിന്ന് എന്ത് ചെയ്യണം? ഞങ്ങൾക്കൊരു വായിക്കാവുന്ന ഗ്രന്ഥം നിങ്ങൾ ഇറക്കിക്കൊണ്ടുവരണം. ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലേ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് മുശ്രിക്കുകൾ പറഞ്ഞു. ഇപ്പൊ നമുക്ക് തോന്നാം, പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആർക്കും തോന്നാം, ഇതൊക്കെ ഇപ്പോ അല്ലാഹു തആലക്ക് നടപ്പാക്കാൻ സാധിക്കുമല്ലോ, ഇതിലേതെങ്കിലുമൊക്കെ അവർക്ക് നടപ്പാക്കി കാണിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ പിന്നെ ഒരിക്കലും അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ സാധിക്കില്ലായിരുന്നല്ലോ. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഉൾപ്പെടെ വിശദീകരിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം, ഇങ്ങനെയുള്ള വാദഗതികൾ ഉന്നയിക്കുന്ന മനുഷ്യന്മാർ വാസ്തവത്തിൽ മാത്സര്യ ബുദ്ധിയോടുകൂടെ സത്യത്തെ കൊഞ്ഞനം കുത്താൻ വേണ്ടി മാത്രം കാണിക്കുന്ന ഒരു സംഗതിയാണ്. തെളിവുകൾ കിട്ടിയാൽ വിശ്വസിക്കാമായിരുന്നു എന്ന സതുദ്ദേശപരമായ സമീപനമല്ല അവരീ ചെയ്യുന്നത്. നോക്കൂ, സതുദ്ദേശപരമായ സമീപനം അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അവർക്കത് കാണിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ ഉൾക്കൊള്ളാനല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊഞ്ഞനം കുത്താനാണ് അവർ ഇவ்விധത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശാലമായി അതിന്റെ ഒരു ചരിത്രം ഇവിടെ ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതിൽപ്പെട്ടൊരു സംഗതി എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉത്ബത്ത്, ഷൈബത്ത് എന്നിങ്ങനെയുള്ള, അതേപോലെ അബൂ സുഫിയാൻ ഇബ്നു ഹർബ്, അതുപോലെ അബുൽ ബഖ്തരി, അസ്വദ് ബിനുൽ മുത്തലിബ്, സുംഅത്ത് ബിനുൽ അസ്വദ്, വലീദ് ബിനുൽ മുഗീറ, അബൂജഹൽ ബിൻ ഹിഷാം, ഉമയ്യത്ത് ബിൻ ഖലഫ്, ആസിബ് ബിൻ വായിൽ, നബീഹ്, മുനബ്ബഹ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ ഖുറൈശി പ്രമുഖന്മാർ കഅബാലയത്തിന്റെ പരിസരത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് അവർ പരസ്പരം പറഞ്ഞു, മുഹമ്മദ് നബിന്റെ അടുത്തേക്ക് ഏതെങ്കിലും ഒരാളെ പറഞ്ഞേക്കണം, എന്നിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയും അതേപോലെ തന്നെ അദ്ദേഹത്തെ നമുക്ക് സംസാരിച്ച് ഉത്തരം മുട്ടിക്കുകയൊക്കെ വേണം. അതിന് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരാൻ എപ്പോഴാ പറ്റുകയെന്ന് ചോദിക്കാൻ ഒരാളെ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങളുമായിട്ട് ഖുറൈശി പ്രമുഖർ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരാൾ വന്ന് നബി തങ്ങളോട് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിചാരിച്ചു അവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുത്താൽ അത് അംഗീകരിച്ചാലോ, അതുകൊണ്ട് അവരുടെ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് അവരൊക്കെ കൂടുതൽ വന്നേക്കുമല്ലോ എന്ന പ്രതീക്ഷയോടെ ഇവര് ചെന്ന്, ഈ ദൂതൻ ചെന്ന് പറഞ്ഞ ഉടനെ നബിതങ്ങൾ ഖുറൈശി നേതാക്കന്മാരുള്ളിടത്തേക്ക് ഇങ്ങോട്ട് വന്നു. വാസ്തവത്തിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തിയതുപോലെ വക്കാന അലൈഹിം ഹരീസൻ യുഹിബ്ബു റുഷ്ദഹും, അവരുടെയൊക്കെ നന്മ ആഗ്രഹിക്കുന്ന, അവരൊക്കെ നന്നായി തീരണമെന്ന് വല്ലാതെ താല്പര്യമുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് അവരുടെ അടുത്തേക്ക് ഓടി വന്നു.
എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷനുകൾ ഉണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കാം, അവരെ സത്യത്തിലേക്ക് എത്തിക്കാം എന്ന പ്രതീക്ഷയോടെയാണ് റസൂലുള്ള വരുന്നത്. പക്ഷേ നബിതങ്ങൾ വന്നപ്പോൾ അവർ നബിതങ്ങളോട് പറയണത് എന്താണ്? മുഹമ്മദ് നബിയെ, നിങ്ങളെപ്പോലെ ഈ നാട്ടിൽ ശല്യം ഉണ്ടാക്കിയിട്ടുള്ള ഒരാളെ ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ പിതാക്കന്മാരെ നിങ്ങൾ ചീത്ത പറയുന്നു, ഞങ്ങളുടെ മതത്തെ നിങ്ങൾ ആക്ഷേപിക്കുന്നു, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ബുദ്ധിമാന്മാരെയൊക്കെ നിങ്ങൾ പൊട്ടന്മാരാക്കുന്നു, ഞങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കുന്നു, ഞങ്ങളുടെ സംഘശക്തിയെ നിങ്ങൾ തകർത്തു കളയുന്നു. ഏതൊക്കെ അരുതായ്മകളും മോശമായ രീതിയുണ്ട് അതൊക്കെ ഞങ്ങളുടെ ഇടയിൽ നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ പരിചയമില്ലാത്ത കുറെ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി വല്ല മെച്ചവും ഉണ്ടാക്കലാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പണം ഞങ്ങൾ സംഘടിപ്പിക്കാം. ഇനി ഞങ്ങളുടെ അധികാരം നിങ്ങൾക്ക് തരലാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നേതാവായി വാഴിക്കാം. ഞങ്ങളുടെ നേതൃത്വ പദവിക്ക് വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് ഞങ്ങൾ അംഗീകരിക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പിശാചുബാധ ഏറ്റിട്ട് നിങ്ങൾ പോലും നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളെ സമ്പത്ത് മുഴുവൻ ചെലവാക്കി നിങ്ങളെ ഞങ്ങൾ ചികിത്സിക്കാം. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ പരിപാടികൾ നിർത്തിവെക്കണം എന്നവർ പറഞ്ഞു. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, അപ്പോൾ നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, മാബി മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്ന ഒരു കുഴപ്പം എനിക്കില്ല. മാ ജിഅ്തുകും ബിമാ ജിഅ്തുകും ബിഹി അത്ലുബു അംവാലക്കും വല ശറഫ ഫീക്കും, ഞാൻ നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാനോ നിങ്ങളുടെ ഇടയിൽ സ്ഥാനമാനങ്ങൾ മോഹിക്കാനോ അല്ലെങ്കിൽ വലൽ മുൽക അലൈക്കും നിങ്ങളുടെ അധികാരം കൈയാളാനോ ഒന്നും വന്നതല്ല. വലാകിൻ ബഅസനി ഇലൈക്കും റസൂല, അല്ലാഹു എന്നെ നിങ്ങളിലേക്ക് ദൂതനായി നിയോഗിച്ചതാണ്. വഅൻസല അലയ്യ കിതാബൻ, അല്ലാഹു ഒരു ഗ്രന്ഥം എന്റെ പേരിൽ ഇറക്കി തന്നിട്ടുണ്ട്. വഅമറനി അൻ അകൂന ലക്കും ബശീറൻ വനദീറ, നിങ്ങൾക്ക് സുവിശേഷവും താക്കീതും നൽകുന്ന ആളാകാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫബല്ലഗതുകും റിസാലത റബ്ബി വനസഹ്തു ലക്കും, എന്റെ നാഥന്റെ സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരികയും നിങ്ങൾക്ക് ഞാൻ സതുപദേശം നൽകുകയും ചെയ്യുന്നു. ഫൈൻ തഖബലൂ മിന്നി മാ ജിഅ്തുകും ബിഹി, ഞാൻ ഈ കൊണ്ടുവന്ന ഈ മഹിതമായ ആശയം നിങ്ങൾ സ്വീകരിച്ചാൽ ഫഹു അഹല്ലുക്കും ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്കുള്ള വിജയമാണത്. അതേസമയം വൈൻ തറുദ്ദൂഹു അലയ്യ അസ്ബിറു ലി അംരില്ലാഹ് ഹത്താ യഹ്കുമ അല്ലാഹു ബൈനി വബൈനക്കും, നിങ്ങൾ എന്റെ കൽപ്പനകളെ നിരാകരിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്കിടയിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നതുവരെ ക്ഷമയോടുകൂടെ ഞാൻ കാത്തിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു. അപ്പോഴാണ് അവർ പറയണത്, എന്ത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിതമൊക്കെ വല്ലാത്ത വിഷമത്തിലാണ്, അതുകൊണ്ട് നല്ല നീരുറവ പൊട്ടിയൊലിപ്പിച്ച് സമൃദ്ധിയുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, മുന്തിരിത്തോട്ടവും അതേപോലെ തന്നെ ഈത്തപ്പനത്തോട്ടം ഉണ്ടാക്കുക. ഇനി ഇതൊന്നും സാധ്യമല്ലെങ്കിൽ ഞങ്ങളുടെ മേൽ നിങ്ങൾ ഇറക്കും എന്ന് പറഞ്ഞാൽ ശിക്ഷ, ആകാശം പൊട്ടി വീഴുക എന്ന് പറഞ്ഞ പോലത്തെ ശിക്ഷകളുണ്ടെങ്കിൽ അതിങ്ങോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വർണത്തിന്റെ കൊട്ടാരുണ്ടാവുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ ആകാശത്തേക്ക് നിങ്ങൾ കയറിപ്പോയിട്ട് ഒരു ഗ്രന്ഥം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഗതികൾ തരണം എന്നവർ പറഞ്ഞു. അപ്പോഴും മുത്തുനബി പറഞ്ഞു, മാ ബിഹാദാ ബുഇസ്തു, ഞാൻ ഇതൊന്നും നൽകാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളല്ല. ഇന്നമാ ജിഅ്തുകും മിൻ ഇൻദില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ നിന്ന് എനിക്ക് നൽകിയിട്ടുള്ള ഈ നിർദ്ദേശങ്ങളുമായിട്ട് അയക്കപ്പെട്ട ആളാണ്. അത് ഞാനിതാ നടപ്പാക്കുകയാണ്. അത് നടപ്പാക്കുന്നു, നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ പിന്നെ അള്ളാഹു തീരുമാനമെടുക്കട്ടെ എന്ന്. അങ്ങനെ വീണ്ടും വീണ്ടും ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ അങ്ങനെ നീണ്ടു പോവുകയും ഓരോ രംഗത്തും അവർ ഇவ்விധത്തിലുള്ള വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ, നിങ്ങൾക്ക് യമാമയിലുള്ള റഹ്മാൻ എന്നു പേരുള്ള ഏതോ ഒരു ചങ്ങാതി പറഞ്ഞെന്ന കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളോ രണ്ടിലൊരു കൂട്ടം നശിക്കുന്നത് വരെ നിങ്ങൾക്കെതിരെ ഞങ്ങൾ പൊരുതും എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മാ ഖാലൂ ദാലിക, ഇത്രയും അവർ പറഞ്ഞപ്പോൾ ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അവരിന്ന് എഴുന്നേറ്റു. അവരിന്ന് എഴുന്നേറ്റപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബീ ഉമയ്യ എന്ന് പറയുന്നയാൾ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇവരിത്രയൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് നിങ്ങളെന്താ അതിലേതെങ്കിലും ഒന്ന് നടപ്പാക്കി കാണിച്ചു കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഇനി ഞാനും നിങ്ങളൊപ്പമല്ല, എനിക്കും വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചു, ഞാൻ അള്ളാഹുവിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകൻ മാത്രമാണ്, എന്റെ ഇഷ്ടത്തിന് തോന്നിയതൊന്നും ചെയ്യുന്ന ആളല്ല ഞാൻ, പടച്ചോന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഞാൻ പ്രവർത്തിക്കൂ എന്നർത്ഥം. അപ്പൊ എന്നിട്ട് ഇത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ രേഖപ്പെടുത്താണ്,
ലൗ അലിമല്ലാഹു മിൻഹും അന്നഹും യസ്അലൂന ദാലിക ഇസ്തിർശാദൻ, അവർ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ശരിയുടെ മാർഗം കണ്ടെത്താൻ വേണ്ടിയുള്ള ചോദ്യമായിരുന്നു ഈ ചോദിച്ചിരുന്നതെങ്കിൽ ല ഉജീബു ഇലൈഹി, അതിന് അള്ളാഹുവിന്റെ ഭാഗത്ത് അവർക്ക് ഉത്തരം കിട്ടുമായിരുന്നു. വലാക്കിൻ അലിമ, പക്ഷെ അള്ളാഹുവിന് അറിയാം, അന്നഹും ഇന്നമായ യത്ലുബൂന ദാലിക കുഫ്റൻ വ ഇനാദൻ, അവർ മാത്സര്യത്തോടുകൂടെയും നിഷേധത്തോടുകൂടെയും വെറുതെ കളിയാക്കാൻ ചോദിക്കുകയാണ് എന്ന്. അപ്പൊ ഫഖീല ലിർറസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളോട് ചോദിക്കപ്പെട്ടുവെച്ചാൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നബിതങ്ങൾക്ക് ഒരു ഓപ്ഷൻ അള്ളാഹു കൊടുത്തു. എന്താണ്? ഇൻ ശിഅത അതൈനാഹും മാ സഅലു, നബിയെ തങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ ചോദിക്കുന്നതൊക്കെ നമ്മൾ കൊടുക്കാം. പക്ഷെ അവർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫൈൻ കഫറു, അവർ പിന്നീട് നിഷേധം കാണിച്ചാൽ അദബ്തുഹും അദാബൻ ലാ ഉഅസിബുഹു അഹദൻ മിനൽ ആലമീൻ, ലോകത്ത് ഒരാളെയും ശിക്ഷിക്കാത്ത അത്രയും കഠിനമായ വിധത്തിൽ ഞാൻ അവരെ ശിക്ഷിക്കും. വൈൻ ശിഅത ഫതഹ്തു അലൈഹിം ബാബത്ത് തൗബത്തി വറഹ്മ, ഇനി തങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പശ്ചാത്താപത്തിന്റെയും കാരുണ്യത്തിന്റെയും കവാടം ഞാൻ അവരുടെ മേലിൽ തുറന്നിടാം എന്ന് നബി തങ്ങളോട് അള്ളാഹു പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ബൽ തഫ്തഹു അലൈഹിം ബാബത്ത് തൗബത്തി വറഹ്മ, പടച്ചോനെ കാരുണ്യത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും വാതിൽ തുറന്നാൽ മതി, അവരെ സഡൻ അവർക്കെതിരെ ആക്ഷൻ എടുത്ത് നീ അവരെ ശിക്ഷിക്കണ്ട. അപ്പൊ അതുകൊണ്ടാണ് അവർ ചോദിച്ച തെളിവുകൾ കാണിച്ചു കൊടുത്താൽ പിന്നീട് അല്ലാഹു തആല അതിനനുസരിച്ച് വിശ്വസിച്ചില്ലെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ ശിക്ഷിക്കും. മുൻകാലങ്ങളിൽ അങ്ങനെ പല നബിമാരുടെയും അനുയായികൾ തെളിവുകൾ ചോദിക്കുകയും തെളിവുകൾ നൽകിയപ്പോൾ വിശ്വസിക്കാതെ വന്നപ്പോൾ സ്പോട്ടിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഐനുർ റഹ്മത്തായ കാരുണ്യത്തിന്റെ ആകത്തുകയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവർക്ക് വിശ്വാസം വരുന്നില്ലെങ്കിലും ഇവരുടെ തലമുറയിലെങ്കിലും വിശ്വാസികൾ ഉണ്ടായിത്തീരുന്നതിലെ സന്തോഷമാണ് അവരെ നശിപ്പിക്കുന്നതിനേക്കാൾ മുത്തുനബി ഇഷ്ടപ്പെട്ടത് എന്നതുകൊണ്ടാണ് അവർ ഇவ்விധത്തിൽ പ്രകോപനപരമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അതിനനുസരിച്ച് അല്ലാഹു തആല ശിക്ഷ നടപ്പാക്കാതിരുന്നത് എന്ന് കൂടി ഇബ്നു കസീറുടെ രേഖപ്പെടുത്തുന്നു. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.